വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കൊരു തട്ടിപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ കാർ ഗൈസ് ആണെങ്കിൽ കാർ സെയിൽസിനെ കുറിച്ച് ഒരു പുതിയ സ്കാം ഇപ്പോൾ യു എയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ബി അവെയർ ഓർ ബി കോഷ്യസ് ഓഫ് ദാറ്റ്. അപ്പോൾ എനിക്കൊരു ഇന്ന് വൈകിട്ട് ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു കോളാണ്. അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു നമ്പറിൽ നിന്ന് നിങ്ങൾക്കൊരു കോൾ വരും. ബി അവെയർ ഓഫ് ദിസ് നമ്പർ. ഈ നമ്പറിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് കോൾ വരികയാണെങ്കിൽ എടുക്കരുത്, അറ്റൻഡ് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഇഫ് യു ഗീവ് ദ അഡ്രസ് ഓർ എനിത്തിങ്. ഇപ്പോൾ കോൾ തിരിച്ച് വിളിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ വല്ല കോൾ തിരിച്ചു വയ്ക്കില്ല, അങ്ങനത്തെ എല്ലാം ചെയ്യാൻ പാടില്ല. നേരെ ഡയറക്റ്റ് പോയിട്ട് ഇതിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക. ഷെയർ ദിസ് ടു എവരി വൺ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങനെ വലിയ സ്കാം ചെയ്ത് തട്ടിപ്പോയിട്ട് എൻ്റെ നിന്ന് പൈസ എല്ലാം പോകാണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെയും കൂടി കണ്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജാണ് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യു എയുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണിച്ചത്. യു എയുടെ ഭാഗത്തുനിന്ന് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് ഗൈസ്. ഐ തിങ്ക് ആ പോസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ആ നമ്പർ ആരെങ്കിലും കാണുക അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ എനിക്ക് നാട്ടിലത്തെ 3:59 ആയപ്പോൾ എനിക്ക് വിളിക്കിട്ടതാണ് ഈ നമ്പർ. കോൾ ലിസ്റ്റിൽ കാണാൻ പറ്റിയ സമയം ഈ സൈഡിലായിട്ട് സമയം കൊടുത്തിട്ടുണ്ട്. എനിക്ക് വിളിച്ചതാണെങ്കിൽ 19 സെക്കൻഡ്സ് കോളായിരുന്നു. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഫ്രോഡാണ്. അപ്പോൾ ഇങ്ങനത്തെ വല്ല മെസ്സേജോ അല്ലെങ്കിൽ വീഡിയോ എങ്ങാനും വരികയാണെങ്കിൽ പഴയ പോലെ തന്നെ ഒരു വീഡിയോ കോൾ ചെയ്യും. നിങ്ങളുടെ നമ്പർ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്തിട്ട് അവർ ഇത് കാണിച്ചു തരും. വീഡിയോ കോൾ ചെയ്യും നിങ്ങളെ ഫേസ് ടു ഫേസ്. അവരൊരു ഫേക്ക് സെറ്റപ്പ്, ഈ മൂവി സെറ്റപ്പ് പോലെ തന്നെ ഫേക്ക് സെറ്റപ്പ് അവർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബാക്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട്. ഇങ്ങനെ ബാക്കിൽ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അവരിങ്ങനെ പോലീസ് ഡ്രസ്സായിട്ട്, ഫേക്ക് പോലീസ് ഡ്രസ്സായിട്ട് ഇരുന്നിട്ട് പറയും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഇത് പോയി അത് പോയി, എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ച് അവർ സത്യത്തിൽ നിങ്ങളുടെ പൈസ കളയും. അത് ഇന്നാളും കൂടി ഒരു മലയാളിക്ക് സംഭവിച്ചതാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. പ്ലീസ് ബി അവെയർ ഓഫ് ദിസ് സ്കാം. ഈ സ്കാമിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ എൻ്റെ പ്രശ്നമായിരിക്കില്ല, നിങ്ങളാണ് ബി അവെയർ ഓഫ് ഇറ്റ്. ഇതായിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആരെങ്കിലും ഇട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരെ ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കും, ബ്രെയിൻ റോട്ട്സ് അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. മേ ബി ഇറ്റ് വിൽ ബി ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്. അപ്പോൾ ഇങ്ങനത്തെ വല്ല റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ കുട്ടികളത് എടുത്ത് നോക്കിയിട്ട് കണ്ടാലോ അല്ലെങ്കിൽ നേരെ വിളിച്ച് ഹലോ ഓക്കെ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തായിരിക്കും തെറ്റ് വരാൻ പോകുന്നത്. അതാണ് ഈ ചെറിയ കുട്ടികളിലോട്ട് വലിയ കുട്ടികളുടെ വരെ ഞാൻ പറഞ്ഞത്. ടീനേജർ ഓർ അഡൾട്ട്സ്, ഇഫ് യു സീ ദിസ് വീഡിയോ പ്ലീസ് ബി അവെയർ ഓഫ് ദിസ് സ്കാം. ഞാൻ വീണ്ടും കാണിക്കുകയാണ് ആ നമ്പർ. ഈ സെയിം നമ്പറിൽ നിന്നായിരിക്കില്ലായിരിക്കും വിളിക്കുക. ഈ സെയിം നമ്പറിൽ നിന്നായിരിക്കില്ല ആൾ വിളിക്കുക. വേറെയും കുറേ നമ്പർ അവർക്ക് സേവ്ഡ് ആയിരിക്കും. സെയിം നമ്പറിൽ നിന്നായിരിക്കില്ല, വേറെയും കുറേ നമ്പറിൽ നിന്ന് അവർ വിളിച്ച് നിങ്ങളെ പറ്റിക്കുന്ന രീതി വരെ ആക്കാനുള്ള ചാൻസ് വരെയുണ്ട്. ഈവൻ ഇറ്റ് മേ ബി കോസ്റ്റ് യു യുവർ ഓൺ ലൈഫ് ഓൾസോ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ബി അവെയർ ഓഫ് ദി സ്കാം. ഇനിയിപ്പോൾ അവരെ ഡിലീറ്റ് ചെയ്യേ വേണ്ട, അവരെ നേരെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നാട്ടിൽ നിൽക്കണമെന്ന് വെച്ചാൽ നാട്ടിലത്തെ നമ്പർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഏതെങ്കിലും പോലീസുകാരുടെ നമ്പർ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കുക. CBI